നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ അവർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നും ഈ ഒരു ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്നുമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് എനർജിയെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കറക്റ്റ് റെസനേറ്റ് ആകുന്ന നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലായി തീരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കറൻ്റിലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ അഫർമേഷൻസ് എഴുതുക. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് എനർജികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതനുസരിച്ച് തന്നെ നിങ്ങൾ പേഴ്സണൽ റീഡിങ്സിനായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ദിവസം നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റാതെ വന്നത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് റീഡിങ്സുകളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അവർ എടുക്കാൻ പോകുന്ന തീരുമാനം, അവരെന്താണ് ഈ ഒരു എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവരെ സംബന്ധിച്ച് വളരെയധികം ഫോക്കസ്ഡ് എനർജിയിലാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആകുന്ന ഒരു സ്ഥാനമുണ്ട്. നിങ്ങളെ അവരെപ്പോഴും ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നതുമുണ്ട് കേട്ടോ. അവരുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കറൻ്റ്ലി ഫീൽ ചെയ്യുന്നത്. അതായത് അവരെ സംബന്ധിച്ച് അവരുടെ ഇമോഷണലി അവർ തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരുന്ന, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ വാല്യൂ മനസ്സിലാക്കേണ്ടി വരുന്ന, അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിലേ ആയത് എവിടെ നിന്ന് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ, ഇപ്പോൾ വലിയ രീതിയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ശരിക്കും അവർ വല്ലാത്ത ഒരു സ്ട്രെസ് എനർജിയിലാണ്. അതായത് എന്തൊക്കെയോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവർ ഭയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകണം, നിങ്ങളെ അവർക്ക് തിരിച്ചു വേണമെന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മാജിക്ക് സംഭവിക്കുന്നത്, മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. ഈ റിലേഷനിൽ ഒരു മാജിക്ക് സംഭവിക്കണം. അതുപോലെ തന്നെ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇതിനകത്ത് തടസ്സമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പുറമേ നിന്നും എന്തെങ്കിലും തടസ്സം കണക്റ്റഡ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് പരിഹാരം അവർ കാണാൻ തയ്യാറാണ്. ഇത് ഫാമിലിപരമാകുന്ന എനർജിയിലേക്കൊക്കെ കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു സെപ്പറേഷനെ മാറ്റിയെടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ ഒരു ശക്തമായ ഗൈഡൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സിംഗിൾ എനർജിയിലേക്ക് നോക്കുമ്പം അവിടെ ഒരു മാരിയേജ് എനർജിയുടെ പ്രസൻസ്, നിങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു ദൗത്യം ഡിവൈൻ്റെ എനർജിയിൽ തന്നെ ഉണ്ട് എന്നതും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉറക്കം കെടുത്തുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് പോസിറ്റീവ്
പോസിറ്റീവായൊരു ചിന്ത തന്നെയാണ്, ഒരു തിരിച്ചറിവാണ്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഒരു 50% അവർ നിങ്ങളിൽ തന്നെയാണ്. കുറച്ച് മാത്രം അവരുടെ എനർജി, ഒരു 50% എനർജിയാണ് അവർക്കൊരു കൺഫ്യൂഷൻ വരുത്തുന്നത്. അതായത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിൽ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അവർ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയതിലേക്ക് ഏറ്റവും പ്രഷ്യസായ, അവർക്ക് ഡിവൈൻ നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു നിങ്ങളെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ അവർ റോങ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു ബന്ധത്തെ അവർ തെറ്റിദ്ധരിച്ചിരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇതിന് ഇമോഷണലി ഒരു വാല്യൂ കൽപ്പിക്കാതെ കളഞ്ഞത്, ഇതിനകത്ത് ഫെയിലിയർ, തോൽവി ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പരാജയം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു പരാജയം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ എടുത്തു കളഞ്ഞ ആ ഒരു കുറ്റബോധം, നിരാശ, നഷ്ടബോധം, അതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു എനർജി അവരിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എനർജി നിങ്ങളിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പിന്മാറാം, ഇത് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുമ്പോഴും ശക്തമായിട്ട് അവരുടെ ഓറ എനർജി, അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നോ ആ ഓർമ്മയിൽ നിന്നോ ആ ഒരു വ്യക്തിയോടുള്ള ഒരു അകൽച്ച, ആ വ്യക്തി വേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇമോഷണലി മാറാൻ പറ്റുന്നില്ല. കാരണം ശക്തമായിട്ട് അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവർക്കുള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒരു ഭയമുണ്ട് ഇതിനകത്ത്. അവർ നഷ്ടപ്പെടുത്തിയാൽ, പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു പിടിക്കുക അസാധ്യമായാലോ എന്നുള്ള ഒരു ചിന്തയും അവരെ വല്ലാതെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഓവർ തിങ്കിങ്, നിങ്ങളെക്കുറിച്ചുള്ള വിചാരം തന്നെ മാനിഫെസ്റ്റേഷനായിട്ട് മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു, നിങ്ങൾ എത്രത്തോളം അബണ്ടൻസ് ആയിരുന്നു, എത്രത്തോളം പോസിറ്റീവ് പ്രസൻസ് ആയിരുന്നു ഇവർക്ക് പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഒരു വാല്യൂ അവർ തിരിച്ചറിയുന്നു, അതിലവർ നിരാശപ്പെടുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹത്തെ ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല തവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വീണ്ടും റിയൂണിയൻ സെപ്പറേഷൻ അങ്ങനെ ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വളരെ സക്സസ് ആയിരുന്ന സാഹചര്യത്തെ ഒരു തകർച്ചയിലേക്കൊരു പരാജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു ചിന്ത അവരിൽ കുറ്റബോധവും നിരാശയും നഷ്ടബോധവും എല്ലാം അവരെ വളരെയധികം പിടികൂടിയിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം, ഈ ഒരു ബന്ധത്തിൽ അവരെടുക്കാൻ പോകുന്ന തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും റീയൂണിയൻ പ്രസൻസ് ആണ്. അവർക്ക് ഈ ബർഡൻ ഇറക്കി വെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളോടുള്ള ആ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധത്തെ ബ്ലോക്ക് ആക്കിയതൊക്കെ ഇന്ന് അവർക്കൊരു ബർഡനാണ്. അവർ വല്ലാതൊരു ഭാരം പോലെയാണ്, ഭാരം ചുമക്കുന്ന, അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലായ്മ, ഒരു ഒരു സന്തോഷമില്ലായ്മയാണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, അതായത് ഒരു പക്ഷേ അവരൊരു സമയത്ത് ഈ ഒരു ബന്ധത്തിലേക്ക് വന്ന് ചാടിയത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ കണക്റ്റഡ് ആയത് അബദ്ധമായി എന്ന് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയ ഒരു തീരുമാനമായിരുന്നു എന്ന് കരുതിയിരുന്ന അവസ്ഥയിൽ നിന്ന്, അതായത് ഈ ഒരു ബന്ധം വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്നും ഇപ്പോൾ അവരുടെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം കോൺഫിഡൻസ്, ഫ്രീഡം, അതുപോലെ തന്നെ അക്സെപ്റ്റബിൾ എനർജിയാണ്. അതായത് അവർ സ്വീകരിക്കാൻ തയ്യാറാണ്.
അപ്പോൾ ഇതിനകത്ത് സെപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുത്തത് തിരിച്ച് അതിനേക്കാൾ മൂല്യമായിട്ട്, അതിനേക്കാൾ പവറായിട്ട് നൽകണമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ മജീഷ്യൻ എനർജിയുടെ പ്രസൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു റിസ്ക് എടുക്കാണ്ടിരുന്ന ബന്ധത്തിൽ അവർ റിസ്ക് എടുക്കാതെ സാമട്ടിൽ നിന്ന റിലേഷൻ ആയിരുന്നുവെങ്കിൽ അവരിതിനകത്ത് റിസ്ക് എടുക്കുകയാണ്. അവരതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മാജിക്ക് സംഭവിക്കണം, ഒരു അൺകണ്ടീഷണൽ ലവ്. ഇനി ഇതിനകത്തൊരു കളങ്കമില്ലാത്ത രീതിയിലൊരു നെഗറ്റിവിറ്റി, ഒരു വേദന, പരാജയം, വീഴ്ചകളൊന്നും വരാത്ത വിധം നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തെ ദൃഢനിശ്ചയത്തോടു കൂടി കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിങ്, നീതി നൽകണം, വെല്ലുവിളികളെ അതിജീവിക്കണം, നിങ്ങൾക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുത്തണം, നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊക്കെ ഇവരിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരിക്കൽ വെല്ലുവിളിയായിട്ട് നിന്നിട്ടുണ്ടാവാം. മറ്റൊരു ലേഡി പ്രസൻസ് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന വെല്ലുവിളിയായിട്ട് നിന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതൊരു പക്ഷേ തേർഡ് പാർട്ടി എനർജി ആവാം. അതൊരു വളരെ സ്ട്രോങ് ആയ, നല്ലൊരു പൊസിഷനിലിരിക്കുന്ന, നല്ല പ്രൗഡായ, ഒരു എന്താ പറയുക, ഒരു വിധിക്കാൻ കഴിവുള്ള, അതായത് തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്നും പിന്മാറാത്ത വിധം പവർഫുള്ളായ, സാമ്പത്തികപരമായിട്ടും ഒക്കെ നല്ലൊരു അബണ്ടൻസ് ഉള്ള വ്യക്തിയുടെ പ്രസൻസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ വന്ന സെപ്പറേഷനിൽ നിന്നും ഒരു റിയൂണിയൻ എനർജി ക്രിയേറ്റ് ചെയ്യണമെന്നവർ വളരെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബർഡൻ ഇറക്കി വെക്കണം അവർക്ക്. അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബർഡൻ ഇറക്കി വെക്കുക, സമാധാനപരമാകുക എന്നത് തന്നെയാണ്. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ്, വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഇൻവോൾവ് ആയ സമയത്ത് ഈ ഒരു റിലേഷനിൽ ഉണ്ടാക്കിയിരുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം ഒരു എന്താ പറയുക, അവരെ കണക്ട് ചെയ്ത് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ബ്ലോക്കേജോ ബൗണ്ടറിയോ ഒക്കെ ഉണ്ട് എങ്കിൽ, ഒരു ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശക്തമാകുന്നൊരു മത്സരം ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടി പോയിരുന്ന ഈ ഒരു ബന്ധത്തിനകത്ത് വളരെ ശക്തമാകുന്ന നെഗറ്റിവിറ്റികൾ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് തന്നെ വന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഇനി ഒരു റീയൂണിയൻ, ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജി, അതായത് അവരെപ്പോഴും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് ഇമോഷൻസൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാതെ മുഖം തിരിച്ചു നിന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ടാക്കണം. അതായത് നല്ലൊരു ലോങ് ടൈം സക്സസ്സിലേക്ക്, അതായത് ഇനി ആ ഒരു കാലഘട്ടം, ഇനി അവർ നിങ്ങളുമായിട്ട് റീയൂണിയൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് സെപ്പറേറ്റഡ് ആയ വ്യക്തികളിൽ റീയൂണിയൻ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അത് ലൈഫ് ലോങ് ആയിരിക്കും. അത് ഇടയ്ക്ക് വെച്ചൊന്നും പിന്നെ നിങ്ങളുടെ ബന്ധത്തിന് ഇനിയൊരു പ്രോബ്ലംസ് ഉണ്ടാവുകയില്ല. കാരണം അവർ അത്രത്തോളം മനസ്സിലാക്കി തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. അവരെത്രത്തോളം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നോ, എത്രത്തോളം അവർ ഈ ഒരു റിലേഷനിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്നോ, അതെല്ലാം മാറി അവർ വളരെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഉറച്ച തീരുമാനത്തിലേക്ക് വരുന്നതായിട്ടും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു. അവരുടെ ഒരു സോൾ കണക്ഷൻസ്, അവർക്കൊരു പോസിറ്റീവ് എനർജി ലഭിച്ചിരുന്നത്, അവരുടെ ജീവിത വിജയത്തിൽ നിങ്ങളുടെ പ്രസൻസിന് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു,
അവർക്കുള്ള ഒരു നിലനിൽപ്പ് തന്നെ നിങ്ങളുടെ എനർജിയോട് കണക്റ്റഡ് ആകുമ്പോഴാണ് എന്നുള്ളതെല്ലാം അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ വ്യക്തമായിട്ട് മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് അവർ ഈ ഒരു റിലേഷനിൽ ഇനി കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഭാര്യ-ഭർതൃ ബന്ധത്തിൻ്റെ എനർജിയിലേക്കൊക്കെ കാണുമ്പം മറ്റെല്ലാ എനർജികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ആരെല്ലാം അകന്ന് നിൽക്കുന്നുണ്ടോ അതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇവർ വളരെ പോസിറ്റീവായ ഒരു എനർജി റിലേഷൻ ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന എനർജി കേട്ടോ. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ഈ ഒരു ബന്ധം കൊണ്ട് ഉദ്ദേശിച്ചത് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിരിക്കണം. സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിലും ഏത് എനർജി ആണെങ്കിലും നിങ്ങളോട് ഒരുമിച്ച് ലൈഫ് ലോങ് പോകണമെന്നും സ്നേഹം പ്രണയം ബന്ധത്തിലേക്കൊക്കെ നോക്കുമ്പം അവരുടെ ഒരു സ്വപ്നമായിരുന്നു നിങ്ങളെ അവർക്ക് പാർട്ട്ണറായിട്ട് വേണമെന്നുള്ളത്. അവരാഗ്രഹിച്ച് തന്നെയാണ്, ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ അവരിൽ ഫോക്കസ്ഡ് ആണെന്നും അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ആളാണ് നിങ്ങളെന്നുള്ളതുമെല്ലാം അവർ മനസ്സിലാക്കിയിരുന്നതായിട്ടും ഇതിൻ്റെ ഇടയിൽ എപ്പോഴേക്കോ നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ബന്ധത്തിൽ വന്ന ചെറിയ തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റിലേഷനിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തതായിട്ട്. അപ്പോൾ ഈ ഒരു ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന അതേ പൂർണ്ണത തന്നെ ആയിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ്, മറ്റൊരു എനർജി ഇടപെട്ടു അല്ലെങ്കിൽ കണക്റ്റഡ് ആയതാണ് നിങ്ങൾക്കിടയിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ബ്ലോക്കേജ് വന്ന, അവരുടെ ലക്ഷ്യത്തിന് അവരുടെ ചിന്തകൾക്ക് ബ്ലോക്കേജ് വന്നതും അവിടെ ഒരു ജസ്റ്റിസ് ഹാർട്ട് ബ്രോക്കൺ എനർജിയിലേക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട നീതി ഒരു പെയിൻ എനർജിയിലേക്ക് മാറിയതുമെല്ലാം മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും വീണ്ടും അവരൊരു ജസ്റ്റിസ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ന്യായം നീതി നടപ്പിലാക്കണമെന്ന ചിന്ത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ഈ റിലേഷനിൽ ഒരു മാജിക്ക്, ഒരു മിറാക്കിൾ സംഭവിക്കണം, അതിനുവേണ്ടി അവർ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയിലാണ് കറൻറ്റ്ലി അവർ നിൽക്കുന്നത്. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയോട് കൂടി, അവരോ നിങ്ങളോ ആരാണ് ലോങ് ഡിസ്റ്റൻസിലെന്ന് വെച്ചാൽ ആ ഒരു യാത്ര, ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട്. അതോടുകൂടി ഈ കാര്യത്തിന് ഏറ്റവും നല്ല ഒരു പൂർണ്ണത ലഭിക്കുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കുറച്ച് വിധിയുടെ എനർജി, കർമ്മയും ഉണ്ട് കേട്ടോ. കർമ്മ വരാതൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും ബന്ധങ്ങളും നമ്മളിലേക്ക് വരില്ല. ബന്ധങ്ങളിൽ നഷ്ടങ്ങളും പെയിനും ഒന്നും നമ്മളിലേക്ക് വരില്ല. അതൊക്കെ നമ്മളുടെ ഒരു കർമ്മയെ ബേസ് ചെയ്തുള്ളതാണ്. പിന്നെ ഈ കർമ്മയെ മറികടക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മളൊപ്പമുള്ള വ്യക്തികളെ സംബന്ധിച്ചും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുമ്പം കർമ്മയുടെ ഹീലിംഗ് സാധ്യമാകും. അല്ലാത്ത ചില കർമാസ് എനർജികളിലേക്കൊക്കെ നമുക്ക് നോക്കുമ്പം കുറച്ച് കാലം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും, പരീക്ഷണഘട്ടം പൂർത്തീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ചില നന്മകളുടെയൊക്കെ ഫലമായിട്ട് അതിൻ്റെ ശക്തി കുറഞ്ഞ് നിങ്ങൾക്കൊരു പോസിറ്റീവാകുന്ന സിറ്റുവേഷൻസ് ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ.